ചൂടിപ്പോ നമ്മുടെ വേനൽക്കാലത്തിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾക്ക് ഈ സമയത്ത് വേനൽ മഴ വരുമ്പോഴാണ് ഈ ചൂടിൽ നിന്നൊരു ആശ്വാസം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം നമുക്ക് വേനൽ മഴ പതിവിലും വളരെ കുറവാണ് കിട്ടിയിരിക്കുന്നത്. മിക്കവാറും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമായി മഴ കിട്ടുന്നത്. അപ്പൊ വ്യാപകമായിട്ടൊരു മഴ കിട്ടുന്ന ഒരു വെതർ സിസ്റ്റം ഒന്നും അടുത്ത ഒരു 10 ദിവസത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും 20, 21, 15, 16 തീയതികളിൽ എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കൊരു ചാൻസ് ഉണ്ട്. പിന്നെ 20, 21, 22 തീയതികളിലും എല്ലാ ജില്ലകളിലും നേരിയ ഒരു മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മുടെ ചൂടിനെ അത്ര എന്താ കൂടി പിടിച്ചു നിർത്താൻ സഹായിക്കില്ല. ഒരു താൽക്കാലിക ആശ്വാസം അതുകൊണ്ട് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു നല്ലൊരു വെതർ സിസ്റ്റം വരുന്നവരെ ഇപ്പോൾ ഒരു 10 ദിവസത്തേക്ക് നമ്മൾ അത്ര വലിയൊരു വെതർ സിസ്റ്റം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ചൂട് നമ്മുടെ എബവ് നോർമൽ ആയിട്ട്, അതായത് നമ്മുടെ ശരാശരിയെക്കാളും കൂടുതലായിട്ട് തന്നെ ഇപ്പൊ തുടരുന്ന ഒരു അവസ്ഥയിൽ തന്നെ മിക്കവാറും ഈ ഒരു ആഴ്ചയിൽ അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഇപ്പൊ ജാഗ്രതാ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ സ്ഥിരമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരിട്ടുള്ള സൂര്യപ്രകാശം ശരീരത്തെ ഏൽക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കഴിവതും അത് ഒഴിവാക്കണം. നേരിട്ട് വെയിലത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ശരീരത്തിന് തക്കതായ ഒരു ആവരണം അല്ലെങ്കിൽ തൊപ്പി, കുട, അങ്ങനെ വെയിൽ നേരിട്ട് ശരീരത്തെ പതിക്കാതെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംരക്ഷണ കവചം വേണം. പിന്നെ നിർജ്ജലീകരണം ഉണ്ടാവാതിരിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും മുഖ്യമായിട്ട് ഈ വേനൽക്കാലത്ത് നമുക്ക് പറയാനുള്ളത്. ഈ പറയുന്ന പോലെ വരും ദിവസങ്ങളിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും മഴയുണ്ടെങ്കിലും ഈ കനത്ത ചൂടിനെ വഹിക്കുന്ന രീതിയിൽ അതിന് ശേഷമുള്ള രീതിയിലുള്ള ഒരു മഴ വരാനുള്ള ഒരു സാധ്യത വളരെ കുറവല്ലേ? ഇനി ഇത് നമ്മൾ ഈ ജൂൺ വരെയാണോ ഇങ്ങനെ തന്നെയുള്ള ഒരു ചൂട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇല്ല, അപ്പൊ നമുക്ക് ഇത് കേരളത്തെ സംബന്ധിച്ചോളം ഈ സൂര്യന്റെ ഏറ്റവും ശക്തി കൂടിയ രശ്മികൾ പതിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മീനച്ചൂട് എന്നൊക്കെ പറയില്ലേ, മീനമാസത്തിലെ ചൂട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് മീനമാസം ടെക്നിക്കലി അങ്ങനെ കഴിഞ്ഞുവെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തിയായ സൂര്യന്റെ താപം ഏൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കടുപ്പമേറിയ വേനലാണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഇപ്പം മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ മഴക്കുറവുള്ളതും നമ്മുടെ വേനലിന്റെ കാഠിന്യമേറിയ ഭാഗമാണെന്നുള്ളത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇനി അങ്ങോട്ടേക്ക് പോകുന്തോറും നമുക്ക് മഴ കൂടുതൽ പെയ്യാനുള്ളൊരു സാഹചര്യം വരും. അപ്പൊ മഴ കൂടുതൽ അല്ലെങ്കിൽ ഈ സൂര്യന്റെ ഈ രശ്മികളൊന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയ രീതിയിലേക്കുള്ള ഒരു കാർമേഘ വലയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ താപനില അവിടെ നിയന്ത്രിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഒരു ശക്തിയായ ഒരു മഴ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മഴ ഉണ്ടാവുന്നില്ല. അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ ചൂടിനൊരു ശമനമുണ്ടാവും. അപ്പൊ വരുന്ന ഒരു 10 ദിവസത്തേക്ക് നേരിയ മഴ എല്ലാ ജില്ലയിലും പ്രതീക്ഷിക്കാവുന്ന 2-3 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചൂടിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മഴയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമോ ഈ വരുന്ന 10 ദിവസത്തേക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് താപനില മിക്കവാറും എല്ലാ ജില്ലകളിലും ശരാശരിക്ക് മുകളിലായിട്ട് തന്നെ നിൽക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പാലക്കാടും പുനലൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക എന്നുള്ളതാണ്. അത് ഇത്തവണയും അങ്ങനെ തന്നെയാണോ? ഈ പാലക്കാടൊക്കെ എത്ര കൂടുതൽ ചൂടിലേക്ക് വരെ എത്താനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്? പാലക്കാട് പുനലൂരിന്റെ ഈ കൂടിയ താപനില എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടാണ് പാലക്കാടും പുനലൂരും എപ്പോഴും താപനില എപ്പോഴും ഉയർന്നിരിക്കുന്നത്. ഇപ്പോ കേരളത്തിലെ 1951 മുതലുള്ള നമ്മുടെ ടെമ്പറേച്ചർ ഡാറ്റ നോക്കിയാൽ 2024 ഏപ്രിൽ 27 റെക്കോർഡ് ചെയ്ത 41.9 ഡിഗ്രിയാണ് ഏറ്റവും കൂടിയ താപനില കേരളത്തിൽ രേഖപ്പെടുത്തിയത്. അപ്പോ 41.9. അപ്പൊ അതിനേക്കാളും 1951 മുതലുള്ള റെക്കോർഡ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ അതുവരെ ആയിട്ടുള്ളൂ. അപ്പൊ അതിന് അപ്പുറത്തേക്കൊരു താപനില ഇതുവരെ പോയിട്ടില്ല നമ്മൾ ഇത്രയും വർഷത്തെ സാഹചര്യം ഒന്ന് എടുത്ത് നോക്കിയാൽ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഭയാനകമായ രീതിയിലേക്കൊന്നും താപനില ഉയരാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം കേരളത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. നമ്മൾ കടലിനോട് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സഹ്യപർവ്വതം ഉള്ളത് കൊണ്ടും ഒക്കെ നമ്മളുടെ ഈ ചൂട് അല്പം ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ അവിടെ ഇടിയോടുകൂടി ഒരു മഴ പെയ്ത് ചൂടിനെ ഒന്ന് നിയന്ത്രിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഏറെയും കുറഞ്ഞും അങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതാണ് കേരളത്തിലെ വേനൽക്കാലത്തിന്റെ ഒരു പ്രത്യേകതയും. പക്ഷെ ഈ വർഷം
വേനൽ മഴ കാര്യമായിട്ട് കുറവാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോ ഒരു അസഹനീയമായ ചൂട് തുടർച്ചയായ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.